വയനാട് പച്ചിലക്കാട് മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്തുന്ന ദൗത്യം പുനരാരംഭിച്ചു. പുളിക്കൽ മേഖലയിൽ ഉണ്ടായിരുന്ന കടുവ വനംവകുപ്പിന്റെ ദൗത്യത്തിനിടെ മേച്ചേരിക്കുന്ന് ഭാഗത്തേക്ക് ഓടിയത്. വയൽ കടന്ന് തോട്ടത്തിലെത്തിയ കടുവ കൽപ്പറ്റ ഹൈവേയോട് ചേർന്നുള്ള എരനല്ലൂരിൽ എത്തി. സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി കടുവ പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ ക്യാമറ ട്രാപ്പും സർവൈലൻസ് ക്യാമറയും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ച് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കി പിന്നെ ഇൻഡയറക്റ്റ് സൈൻസ്, അതായത് പഗ് മാർക്സും അതെല്ലാം തന്നെ പരിശോധിച്ച് കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ഈ കടുവ സ്വാഭാവികമായിട്ടും കാട്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും അനുമാനിക്കുന്നത്. കാരണം വനപ്രദേശം ഏറെ അകലെയല്ല. ഈ പറയുന്ന നീർവാരം എന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ഒരു വനപ്രദേശമാണ്. അപ്പോൾ ഏകദേശം ഇതിന്റെ അടുത്ത് തന്നെ ഇന്നലെ കടുവ എത്തിയതാണ്. തീർച്ചയായിട്ടും അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയും. അനുയോജ്യമായ സമയത്ത് സ്ഥലത്തും കടുവയെ കണ്ടെത്തിയാൽ തീർച്ചയായും അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവുകൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് പാലിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ, ഇനിയും ഒരു അപകടം ഉണ്ടാകാത്ത വിധത്തിൽ ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. ഫൈസൽ, ഈ പടക്കം പൊട്ടിച്ചൊക്കെയാണോ കടുവയെ ഓടിക്കുന്നത്? അജിംസ്, പടക്കം പൊട്ടിച്ച് തന്നെയാണ് കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള ആദ്യ നടപടിയായി വനംവകുപ്പ് സ്വീകരിച്ചത്. ഇന്നലെ പുളിക്കൽ ഭാഗത്തായിരുന്നു ഒരു നടപടി പുരോഗമിച്ചത്. എന്നാൽ അതിനുശേഷം പിന്നീട് കടുവയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മളുള്ളത് പുളിക്കൽ വയലിനോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാതയിലാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് കാണിക്കാനുള്ളത് ഈ ഒരു റോഡ് ടാർ റോഡാണെങ്കിൽ കൂടി ഇന്നലെ രാത്രി കടുവ കടന്നുപോയ കാൽപ്പാടുകളാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ റോഡിന്റെ 200 മീറ്ററോളം ദൂരത്തിലൂടെ കടുവ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഈ റോഡ് വഴി കടുവ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ഇന്നലെ രാത്രി 11 മണി വരെ ഈ ഭാഗത്തൊക്കെ തന്നെ വനംവകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കടുവ ഈ റോഡ് കടന്നു പോയിട്ടുണ്ടാകുക എന്നുള്ള ഒരു അനുമാനത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ഉള്ള ഒരു തെരച്ചിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ RRT സംഘങ്ങളും പോലീസും വനംവകുപ്പിന്റെ വിവിധ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണും, ഈ ഒരു വയൽ ഭാഗത്തും കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഇന്നലെ രാത്രി എരനല്ലൂർ ഭാഗത്ത് കടുവ എത്തി എന്നുള്ളതായിരുന്നു അവസാനമായി ലഭിച്ച വിവരം. അതിനുശേഷം കടുവ എങ്ങോട്ട് പോയി എന്നുള്ള വിവരം ഡ്രോണിൽ പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് കുറച്ചു മുമ്പ് DFO പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കടുവ പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ കൃത്യമായിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വയലോര മേഖലയിലൊക്കെ തന്നെ കൃത്യമായിക്കൊണ്ട് കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ഫോഴ്സിനെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ വനംവകുപ്പ് നടത്തുന്നത്. കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇനി നടക്കേണ്ടത്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ ജനവാസ മേഖലയാണ്. ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് രാവിലെ 9 മണിക്കാണ് പടിക്കം വയലിലെ ഒരു ഭാഗത്ത് കടുവയെ കണ്ടെത്തി. ഇന്നിപ്പോൾ 2 ദിവസം പിന്നിടുന്നു. 3ാമത്തെ ദിവസവും കടുവ കാണാമറയത്താണ് എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകളോട് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിരോധനാജ്ഞയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മുൻകരുതലൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കടുവ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഇന്നലെ കൂടുകൾ കൊണ്ടുവന്നു കടുവയെ കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചെന്നാൽ ഇതിലൊന്നും തന്നെ കടുവയെ തുരത്താനായില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഇനി വനവകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കടുവയെ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ്. DFO ഉൾപ്പെടെയുള്ള ആളുകൾ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരുപക്ഷെ കൃത്യമായിക്കൊണ്ട് കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥലവും സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞാൽ കടുവയെ മയക്കുവെടി വെക്കുക തന്നെയായിരിക്കും ഇനി ചെയ്യുക. അജിംസ്, ശരി.